ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചൈനയിലെ നാൻഡോൺ പ്രൊവിൻസിലാണുള്ളത്. നാൻഡോൺ പ്രൊവിൻസിലെ ചൈനീസ് ഫുഡുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമുണ്ട്. ചൈനീസ് ഫുഡുകൾക്ക് വേണ്ടി മാത്രം ചെറിയ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് തട്ടുകളാണ് ഭയങ്കര സെക്ടറായി ഞങ്ങളുടെ എൻട്രി ചെയ്യാണ് നമ്മൾ കാട്ടിത്തരാം. എൻട്രൻസിൽ അതിന് ജ്യൂസ് ഓറിയൻറ്റഡ് കടകളാണ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓരോരോ കാഴ്ച കണ്ടില്ല. ബാർബിക്യൂ ഐറ്റം, ഫ്രൂട്ട്സ്, ജെല്ലി, അങ്ങനെയുള്ള ജെല്ലി, സീ ഫുഡ് കോർണർ. ട്രൈ ചെയ്യാൻ കൊള്ളാം, നല്ലതായിട്ടാൻ തോന്നുന്നു സീ ഫുഡ്. അഗെയിൻ ജ്യൂസ് ഓറിയൻറ്റഡ്. ഒരു സ്ഥലത്ത് വമ്പൻ ക്യൂ കാണുന്നുണ്ട്. ഒരു വിശിഷ്ട ഭക്ഷണമാണ് ഇത്. നമ്മുടെ ഫ്രൈഡ് റൈസ് പോലുള്ള ഐറ്റം കാണാനാണ് വെച്ചില്ല. ഇവിടെയാണ് ഏറ്റവും നല്ല ഫുഡെന്ന് തോന്നുന്നു കേട്ടോ. വലിയ ക്യൂ, ഭയങ്കരമായ ക്യൂ കാണുന്നുണ്ട്. എന്തോ വിശിഷ്ട സാധനങ്ങൾ. അയ്യോ, വെട്ടുന്നുണ്ട് അവിടെ. ഫിഷ് ഒക്കെ ഇനി ഇങ്ങനെ പോവാണ്, അവസാനിക്കുന്നില്ല. ഇവിടെ ഫ്രൂട്ട്സ്, ജെല്ലി, അങ്ങനെയുള്ള ഓറിയൻറ്റഡ് ഐറ്റംസ്, ഐസ്ക്രീം, രണ്ടും തിരക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് മാതിരിയുള്ള സാധനങ്ങളാണ്. പല കടകളിൽ വമ്പൻ ക്യൂ കാണുന്നുണ്ട്, വമ്പൻ ക്യൂ. ഇവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളായിരിക്കും. നമുക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളായിരിക്കാം. കടകൾ ഒരുപാടുണ്ട്. ഞാൻ ഒരു ലൈനിലേക്ക് എത്തുന്നേ ഉള്ളൂ. നടന്നിട്ടും കഴിയാത്തത്ര കടകളുണ്ട്. റിലാക്സ് ചെയ്ത് ബിയറൊക്കെ കഴിച്ചിരുന്ന് കഴിക്കുകയാണ് ആൾക്കാരൊക്കെ. ഇത് നമ്മുടെ നാട്ടിലും വേണ്ട ഒരു സ്ഥലമാണെന്ന് തോന്നി. ഇങ്ങനെ സ്വീറ്റ് നല്ല ടേസ്റ്റാണ്. ഈ ഭാഗത്തൊക്കെ ഇച്ചിരി ഒരു തിരക്ക് കുറവുണ്ട്. ഒരു സെറ്റാവുന്നേ ഉള്ളൂ. കുറച്ച് കടകളാണ് തോന്നുന്നു. ഇങ്ങോട്ടെത്തിക്കഴിഞ്ഞുണ്ട് വെജിറ്റബിൾസിൻ്റെ ബാർബിക്യൂ മാതിരി. വെജിറ്റബിൾസ് കുറേയേറെ വെറൈറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. വെജിറ്റബിൾസിനെ അവർ നന്നായിട്ട് വെറൈറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ചിക്കൻ, മട്ടൻ, പന്നി എല്ലാം ഉണ്ട്. മീൻ, ഉണക്കമീൻ, പൊറോട്ട പോലെ ഒരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ മുന്നോട്ട് പോട്ടെ. വീണ്ടും ബാർബിക്യൂ ടൈപ്പ് ഐറ്റംസാണ്. അങ്ങനെ പോട്ടെ കാഴ്ചകൾ. അങ്ങോട്ടുള്ള ലൈനുകളിലൊന്നും പോയിട്ടില്ല. ഇതിലെല്ലാം ഓരോരോ ക്രോസ് ലൈനുണ്ട്. ഇത് സുഷി, ജപ്പനീസ് സുഷി ഐറ്റംസ്. അത് ഉള്ളി സുഷിയാണ് ഇവിടെ. സുഷി ഒരുവിധം എല്ലാ രാജ്യക്കാരും കഴിക്കുന്ന ഫുഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചലഞ്ചിങ് ഫുഡാണ്. ഓക്കെ, എൻ്റെ വോയിസ് ഡൗൺ ആയിരിക്കാം. എനിക്ക് അധികം വ്ളോഗിങ് നമ്മുടെ ഇതല്ലല്ലോ. അതുകൊണ്ട് നല്ല ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും കള്ളച്ചക്കൻ ഫുഡ് മാത്രമല്ല, ഇവിടെ ഫുഡ് പാർക്ക് പോലെ കേട്ടോ. ഇതിൻ്റെ വേറൊരു എൻട്രൻസാണ്. നമ്മൾ വന്ന ബാക്ക് സൈഡ് വഴി ഞാൻ കയറിയുന്നത്. ഇതാണ് മെയിൻ ഫുഡ്. എന്തോ രാത്രി പരിപാടി ഉണ്ടാവും കേട്ടോ ഇവിടെ. ഇത് നല്ല നമ്മുടെ നാട്ടിലൊക്കെ കോപ്പി ചെയ്യാൻ പറ്റിയൊരു മാതൃകയാണ്. അതായത് ഒരു ലൊക്കേഷൻ, അതിനകത്ത് വണ്ടികളെല്ലാം പുറത്ത് വെച്ചിട്ട് ആൾക്കാർ വരിക. ടൂ വീലറിൻ്റെ അവൈലബിലിറ്റി കൂടുതലുണ്ട്, ഇലക്ട്രിക് ടൂ വീലേഴ്സ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ടൂ വീലർ ഉപയോഗിച്ച് വരുന്നു. ഈ കോമ്പൗണ്ടിലേക്ക് ചെറിയ ഭക്ഷണം, ചെറിയ ചെറിയ ബിയറുണ്ട്. എല്ലാ കടകളിലും ബിയർ കാണുന്നുണ്ട്, പക്ഷേ ബിയറും ഉണ്ട്. ഇവിടെ ആരും ബിയർ കുടിച്ച് അലമ്പുണ്ടാക്കുന്ന കാണാനില്ല കേട്ടോ.
എല്ലാം നല്ല എൻജോയ് ചെയ്ത് ഇതിന് ചുറ്റും ഇത്ര ഒരു വലിയ കോമ്പൗണ്ടാണ് കാണുന്നുണ്ടോ. ഇത് ഒരു ലൈൻ, ഇത് രണ്ടാമത്തെ ലൈൻ, ഇത് മൂന്നാമത്തെ ലൈൻ, അങ്ങനെ ഒരുപാട് ലൈൻസ് ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ പോവാം. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം ഇവിടെ 6 മണിയാവുന്നേ ഉള്ളൂ. 7 മണിക്ക് വല്ല പ്രോഗ്രാമും തുടങ്ങും സ്റ്റേജിൽ. ബിസിനസ് നടക്കും, എൻ്റർടൈൻമെൻറ്റ് നടക്കും. ഇത് കോഫി ഷോപ്പാണ്. കോഫി, കോൾഡ് കോഫി എല്ലാം ഉണ്ട്. ജ്യൂസാണ്. ഉണ്ണിയപ്പത്തിൻ്റെ വേറൊരു കാറ്റഗറി നമ്മുടെ അപ്പക്കാരം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ണിയപ്പം തന്നെ കേട്ടോ. അതിന് ഇതൊന്ന് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഫ്രൈഡ് ഐറ്റംസ് പൊട്ടറ്റോയും അതൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. കഴിക്കാൻ എനിക്ക് കൊതിയുണ്ട് സത്യം പറഞ്ഞാൽ. കഴിക്കില്ല ഞാനൊന്നും. വെറുതെ മണം കിടക്കൊന്നും കഴിയില്ല. ഇത്രയും വെറൈറ്റി ഫുഡില്ല. ഇത്രയും വെറൈറ്റി ഫുഡുകളായിട്ട് വെച്ചാൽ ഇതൊന്നൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറും. ഡൊമസ്റ്റിക്കാണ് ആൾക്കാർ, പുറത്തുനിന്ന് വരുന്നവരൊന്നും ആരും. ഇവിടെ കൂടുതലും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെന്ന് തോന്നി സിറ്റിയിൽ. അതുകൊണ്ട് എല്ലാവരും കൂടുതലും ജോലിയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് കൂടാനൊരു കാര്യം ഉണ്ടാവില്ല. കണ്ട ഓരോ സ്റ്റിക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. ഓരോന്നിൻ്റെയും ഇതുണ്ട്. ഇത് 15, മറ്റൊരു ഒരെണ്ണത്തിന് 10, അത് 20, അങ്ങനെ റേറ്റ് എഴുതിയിട്ടേക്കുന്നുണ്ട്. റോസ്റ്റഡ്. ഞാൻ വലിയ വ്ളോഗറാന്ന് കരുതി അവിടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഈ ടൈപ്പ് ഐറ്റം കണ്ടാൽ തന്നെ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഈ കണ്ണിയുടെ ഐറ്റംസാണ്. അധികം നിൽക്കുന്നില്ല. എത്രയും കൂടി ഈ ലൈൻ ഇങ്ങനെ ഉണ്ട്. കൂടുതലും ഈ ബാർബിക്യൂ ഓറിയൻറ്റഡ് ഫുഡ്സ് ഉണ്ട്. ഡംപ്ലിംഗ് ആണ്. ഡംപ്ലിങ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ചെയ്യാം. ബൈ ബൈ.